കുറച്ച് എത്നിക് ന്യൂസിൽ നിന്ന് കുറച്ച് സെൽവാസ് തച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ മോക്ഷയിൽ നിന്ന് മേടിച്ച മെറ്റീരിയൽസ് അതവിടെ വെച്ചിട്ടുണ്ട്. സെൽവാറിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഐ ജസ്റ്റ് റിമെമ്പേർഡ് വോട്ട് മൈ മദർ ടോൾഡ് ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് എനിക്കതിലൊന്നും കമൻറ്റ് പറയാനില്ല. ബട്ട് സ്റ്റിൽ മൈ മദർ സാരിയിൽ നിന്നും വാർഡ്രോബ് ചേഞ്ച് ചെയ്ത് സെൽവാറിലോട്ട് മാറിയത് 2021 കോവിഡ് തുടങ്ങി വാക്സിനേഷൻ്റെ സീസണിൽ. ഒരു ദിവസം വാക്സിനേഷൻ എടുക്കാൻ പോയിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഇവിടുന്ന് കുളിച്ച്, പണ്ടൊക്കെ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നവണ്ണം കുളിച്ച് ഫുൾ ഡ്രസ്സൊക്കെ മാറുമല്ലോ. അപ്പോൾ അതുപോലെ വന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി കുളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സാരി ഇട്ടാണ് വന്നേ. അപ്പോൾ കുളിച്ച് കഴിഞ്ഞ് സാരിയും ബ്ലൗസും ഒക്കെ കഴുകാൻ ഇട്ടപ്പോഴത്തേക്ക് തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോകാൻ ഡ്രസ്സില്ല. കാരണം എൻ്റെ ബ്ലൗസ് ഒന്നും അങ്ങനെ പുള്ളിക്കാരിക്ക് ഫിറ്റ് ആവത്തില്ല. അപ്പോൾ ഞാനൊരു സെൽവാർ എടുത്തു കൊടുത്തു. അതിന് ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വെസ്റ്റ് സൈഡിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ സെൽവാറും ലെഗിങ്സും ദുപ്പട്ടയും കൊടുത്തു. അപ്പോൾ അതിട്ടപ്പോൾ പുള്ളിക്കാരി കാണാൻ നല്ല നീറ്റായിരുന്നു. എല്ലാവരും പറഞ്ഞാൽ കൊള്ളാലോ അമ്മൂമ്മയെ കാണാൻ നല്ല രസമുണ്ട്, സാരി ഉടുക്കുന്നതിനേക്കാൾ നല്ല രസമുണ്ട്, ചെറുപ്പമായിട്ടിരിക്കുന്നു. അപ്പോൾ കുറച്ച് ബാക്ക് ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് പുള്ളിക്കാരി എപ്പോഴും ഒരു ബെൽറ്റ് കെട്ടും. അപ്പോൾ സെൽവാറിൻ്റെ കൂടെ ഇപ്പോൾ ബെൽറ്റൊക്കെ കെട്ടുമ്പോൾ നല്ല നീറ്റായിട്ടായിരിക്കുന്നത്. സാരിയുടെ കൂടെ ബെൽറ്റൊക്കെ കെട്ടുമ്പോൾ അതിങ്ങനെ കുറച്ച് ഇതായിട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആളെ വളരെ ഹാപ്പിയായി ഇഷ്ടപ്പെട്ടു. പിള്ളേരൊക്കെ പറഞ്ഞ് അമ്മൂമ്മയ്ക്ക് കുറച്ച് സെൽവാർ മേടിച്ചു വിടും, അമ്മൂമ്മയ്ക്ക് സെൽവാർ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അന്ന് തുടങ്ങി ഞാൻ എൻ്റെ അമ്മയുടെ വാർഡ്രോബ് ഫില്ല് ചെയ്യാൻ തുടങ്ങി. സെൽവാസ് കളക്ഷൻ ഞാനിപ്പോൾ എത്നിക് വീസ് തയ്ക്കാൻ പോകും. എനിക്കുള്ള പോലെ തയ്ച്ചു. ലിറ്ററലി എനിക്കുള്ള ടൈപ്പ് എത്രയെങ്കിലും സെൽവാസ് ഞാൻ മേടിച്ച് വിതിൻ എ ഫ്യൂ ഇയേഴ്സ് എത്രത്തോളം സെൽവാസ് ഐ ഡോണ്ട് നോ ഹൗ മെനി. ഞാൻ പലപ്പോഴും എത്നിക് വീസിലൊക്കെ പോയിട്ട് അവിടെ തയ്ക്കാൻ കൊടുക്കുമ്പോഴത്തേക്ക് കഴിഞ്ഞ ആഴ്ചയല്ലേ മാഡം മദറിന് തച്ചത്, അതൊക്കെ ഇട്ടോ? ഞാൻ പറഞ്ഞില്ല, ഇട്ടില്ല. പുള്ളിക്കാരി അതൊക്കെ ഇങ്ങനെ കൂട്ടി വെക്കും. എന്നാലും ഞാൻ ഓരോന്നൊക്കെ ഇടുമ്പോൾ പുതിയത് ഇടുമ്പോഴത്തേക്ക് ചോദിക്കും. അപ്പം അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്കാരിക്ക് ഇല്ലാത്ത കളേഴ്സ് നോക്കി ഓരോ പ്രാവശ്യം ഞാൻ ഇല്ലാത്തത് നോക്കി മേടിച്ച് സോ ദാറ്റ് ഇവ ഏത് കളർ എന്ന് നമ്മൾ പറഞ്ഞാലും അതൊക്കെ എടുക്കാനുണ്ടാവുന്ന പോലെ ഞാൻ റെഡിയാക്കി കൊടുക്കുന്നത്. അപ്പം എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഇറ്റ്സ് ഓക്കെ, സാരമില്ല, എന്തോണോ പറഞ്ഞോട്ടെ അല്ലേ, ദാറ്റ്സ് ഓക്കെ. അപ്പം ഞാൻ ഇന്ന് തച്ച സെൽവാർ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഒരെണ്ണം. ദാറ്റ്സ് എ വെരി പ്രിറ്റി വൺ. ഇതൊക്കെ ഞാനിനി ഇടുമ്പോൾ കറക്റ്റ് കാണിച്ചു തരാം. ഇത് മറ്റൊരെണ്ണം. ദിസ് ഇസ് അനദർ വൺ. ഇതൊരു നല്ല ദുപ്പട്ടയൊക്കെ ഉള്ള ഒരെണ്ണമാണ്. നൈസ് വൺ. ദിസ് ഇസ് ഓൾസോ വെരി പ്രിറ്റി വൺ ആൻഡ് ദിസ് ഇസ് എ നൈസ് ബ്ലാക്ക് വൺ. ഇഷ്ടമായോ എൻ്റെ സെൽവാസ്? ചെന്നൈ പോകുമ്പോഴാണ് ഞാൻ ഇതുപോലെ കുറച്ച് പീസസ് വാങ്ങിക്കുന്നത്. എനിക്ക് മോക്ഷ എന്ന് പറഞ്ഞ കടയിൽ ഒരുപാട് പേരോട് ചോദിച്ചു ചെന്നൈയിൽ എവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. ഞാൻ അവിടെ മോക്ഷ എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്, അവിടെ നിന്നാണ് സെൽവാസ് മേടിക്കുന്നത്. ഇതിന് മുന്നേ ഇങ്ങനെ അവിടെ തൊട്ടടുത്തുള്ള പിന്നെ വേറെ കട ഉണ്ടായിരുന്നല്ലോ, കോസ്കി, അവിടെ നിന്നൊക്കെ മേടിച്ചിട്ടുണ്ട്. ബട്ട് മോക്ഷയിലാണ് എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടം. അവിടുത്തെ സെയിൽസ് ഒരു ലേഡി ഉണ്ട്, രത്ന എന്നൊക്കെ പറഞ്ഞിട്ട്. വിത്ത് ലേഡി ഞാൻ വളരെ ക്ലോസ് ആണ്. ഞങ്ങൾ ചെല്ലുമ്പോൾ അറിയിക്കും ഞങ്ങൾ ഇന്ന ദിവസം വരും എന്ന് പറയുമ്പോൾ കുറച്ച് നല്ലതൊക്കെ എടുത്ത് വെച്ചേക്കും. ആൻഡ് ഞാൻ ഈ കാണിച്ചൊന്നും വളരെ എക്സ്പെൻസീവ് അല്ല കേട്ടോ, എല്ലാം നോർമൽ റേറ്റ് ആണ്. പക്ഷെ എല്ലാം കുറച്ച് ഇത്തവണ കിട്ടിയ എല്ലാം വളരെ ഡിഫറെൻ്റ് ആണ്. പണ്ടൊക്കെ ഞാൻ എടുക്കുമ്പോൾ എല്ലാം ചിലപ്പോൾ എല്ലാം ഓർഗൻസ ആയിപ്പോവും. ഇത്തവണത്തെ എല്ലാ ഓർഗൻസ അല്ല, 1-2 ഓർഗൻസ, ബാക്കിയൊക്കെ കോട്ടണൊക്കെ ഉണ്ട്. പക്ഷെ കുറച്ച് ഡിഫറെൻ്റ് ആണ്. നല്ല ദുപ്പട്ടയും നല്ല ഭംഗിയൊക്കെയുള്ള സെൽവാറാണ്. ഞാനിങ്ങനെ ഒരു സീസണിൽ കുറച്ച് പുതിയതൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ ആ സീസണിൽ വരുന്ന ബർത്ത്ഡേ ഇത് അങ്ങനെ ഇങ്ങനെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൊളാബറേഷൻ്റെ ഷൂട്ട്, അല്ലെങ്കിൽ നമുക്ക് വല്ലൊരു കുഞ്ഞിനോഗ്രേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഇതിൽ വരുമ്പോൾ പിള്ളേരുടെയൊക്കെ എന്തെങ്കിലും ഒരു പരിപാടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ ഞാൻ ഇടയ്ക്ക് ലാസ്റ്റ് ടൈം സ്റ്റിച്ച് ചെയ്ത് വെച്ചിരുന്ന ഒരു പുതിയ ഒരെണ്ണമാണ് ഹൻസുവിൻ്റെ ഗ്രാജുവേഷൻ തന്നിട്ട്. അപ്പം ഞാൻ കുറച്ചിങ്ങനെ മാറ്റി. ഞാൻ പണ്ടൊന്നും ഇത്രയും സെൽവാസ് ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്തില്ലായിരുന്നു. ഞാൻ ഈ വീഡിയോസ് ഒക്കെ ഇട്ട് തുടങ്ങിയതിന് ശേഷമാണ് ഐ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് മോർ സ്റ്റിച്ച്ഡ്. കാരണം അപ്പോൾ ചിലതിലൊക്കെ എനിക്ക് കുറച്ച് നല്ല ഡ്രസ്സ് ഇടണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം. അല്ലെങ്കിൽ ഞാനിങ്ങനെ എപ്പോഴും റിപ്പീറ്റായിട്ടായിരിക്കും പോകണം. ഞാനിപ്പോൾ ഇപ്പം ഞാനിങ്ങനെ സിമ്പിൾ ടൈപ്പ് അധികം ഇപ്പം അങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നില്ല. ഞാൻ വിചാരിക്കും സിമ്പിൾ ടൈപ്പ് തുണിയെടുത്ത് തയ്പ്പിക്കാനും അത്യാവശ്യം കാശാവും. തയ്യക്കൂലി സിമ്പിളിനും ഇച്ചിരി കൂടെ ബെറ്ററിനും ഒക്കെ സെയിം തയ്യക്കൂലിയാണ്. അതുകൊണ്ട് ഞാനൊരു ട്രിവാൻഡ്രത്ത് നടക്കുമ്പോൾ ഈ ഫ്രോക്ക് ഇട്ടാണ് നടക്കുന്നത്. ആൻഡ് അല്ലാത്ത എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴാണ് ഞാൻ മറ്റേ മീൻസ് ഫ്രോക്സ് ആർ സോ കംഫർട്ടബിൾ ആൻഡ്
ഇപ്പൊ എത്നിക് വീവ്സ് ഞാൻ എന്റെ ഡ്രസ്സ് കൊടുത്ത് വിടാൻ സമയത്ത് വിളിച്ചപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു, അമ്മ വന്നിട്ടുണ്ടായിരുന്നു, അമ്മയ്ക്ക് ഇതുപോലത്തെ ഫ്രോക്ക് വേണം എന്ന് പറഞ്ഞു. കുറേ തുണി എടുത്ത് കുറേ ഫ്രോക്കിന് മെഷർമെന്റ് തന്നിട്ട് പോയി. അപ്പൊ ഞാൻ ചോദിച്ചു, ഓ ഫ്രോക്കോ, ഓക്കെ 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 പറഞ്ഞു. ഓക്കെ, ആഗ്രഹമല്ലേ, തയ്ക്കട്ടെ, കൊച്ചുമകൾ അതൊക്കെ തച്ചു കൊടുക്കട്ടെ. ഇത്രയും കാലം ഞാൻ ചെയ്തില്ലേ, ഇനി കൊച്ചുമകളൊക്കെ കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് പുള്ളിക്കാരി ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ. അപ്പോൾ അത്രയൊക്കെ തന്നെ ഐ തിങ്ക് എൻ്റെ ഈ വീഡിയോയ്ക്ക് അത്യാവശ്യം ലെങ്ത് ആയി തോന്നുന്നു. സോ സീ യു ഓൾ സൂൺ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മുടെ കുറച്ച് റംബൂട്ടാനിൻ്റെ ബാലൻസ് ഉണ്ട്, എല്ലാം തീർന്നു. കുറച്ച് ഞങ്ങളെ ചെന്നൈ ട്രിപ്പ് പോകുന്നതിന് മുൻപ് ഒരു കൊല പറിച്ചിട്ട് ഞാൻ ഇവിടെ ആരോ എന്നെ എന്തിനോ വിളിച്ചു. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. Till then, take care. See you soon. I'll be coming back soon. Okay? Bye.